ഇത് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. പക്ഷേ നമ്മളെല്ലാവരും നേരത്തെ തന്നെ സംശയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സിനിമാ മേഖലയിൽ മാത്രമല്ല, സമൂഹം തന്നെ പുരുഷ മേധാവിത്വപരമായ സമൂഹമാണ്. തൊഴിലിടങ്ങളിൽ പലയിടത്തും ഇത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉണ്ടാക്കാൻ വേണ്ടി കംപ്ലയിൻറ്റ് സെല്ലുകൾ രൂപീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. നേരത്തെ വിശാഖ കേസിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ തൊഴിൽ കേന്ദ്രങ്ങളിലും ഇൻറ്റേർണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി രൂപീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. സിനിമാ മേഖലയിൽ അത് രൂപീകരിച്ചിട്ടുണ്ട്, പക്ഷേ അത് ഫലപ്രദമായില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ കാണേണ്ടത് ധാരാളം പണം കുന്നുകൂടുന്ന ഇടങ്ങളിൽ ഇതുപോലുള്ള അരാജകത്വങ്ങൾ ഉണ്ടാകാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ്. സിനിമാ മേഖല ഒരു മുതലാളിത്ത മേഖലയായിട്ട് മാറിയിരിക്കുകയാണ്. അതിനകത്ത് ധാരാളം സമ്പത്തുള്ളവർ അധികാര ദുർവിനിയോഗം ചെയ്യുന്നു, അവർ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു, അങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടുത്തെ സ്ത്രീകൾക്കും അതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കുമെല്ലാം ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് വരുന്നത്. അത് മാറ്റി തീർക്കാൻ അടിമുടിയൊരു പരിഷ്കരണം സിനിമാ രംഗത്ത് വേണം. ഇത് മലയാള സിനിമാ രംഗത്ത് മാത്രമൊന്നുമല്ല, ലോകത്തിലെല്ലായിടത്തും ഇത്തരത്തിലുള്ള കാസ്റ്റിംഗ് കൗച്ചുകളെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളെ അടിമകളെ പോലെ കാണുന്ന സ്വഭാവമുണ്ട്. അത് മാറുക തന്നെ വേണം. അതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകണം. നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിശോധിക്കണം. അതാണ് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇന്നലെ പറഞ്ഞത്. ഇത് സംബന്ധിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഒരു കോൺക്ലേവും കൂടി നടത്താനിരിക്കുന്നുണ്ട്. അതിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കൂടി സ്വരൂപിച്ചുകൊണ്ട് അനന്തര നടപടികൾ ഉണ്ടാകുമെന്ന് കേട്ടിട്ട് നമുക്ക് അത്ഭുതം തോന്നുകയാണ്. ഇന്നത്തെ ഈ ആധുനിക സമൂഹത്തിനകത്ത് വനിതാ ആർട്ടിസ്റ്റുകൾക്ക് വസ്ത്രം മാറാനുള്ളൊരു മുറി പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്.